പാറ്റ പ്രവർത്തകർ ഡൽഹിയെ ഒന്ന് വിറപ്പിച്ചപ്പോൾ അതേപോലെ ഡൽഹിയെ ഞാനും ഒന്ന് വിറപ്പിക്കുമെന്ന് പറഞ്ഞാണ് കെജ്രിവാൾ നേരെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഒരു 100 പേരടങ്ങുന്ന എവിടെ നിന്നൊക്കെയോ കുറെ ആളുകളെ കൊണ്ടുവന്നിട്ടാണ് കെജ്രിവാൾ ഒരു പ്രതിഷേധ പരിപാടി നടത്തിയത്. നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഡൽഹി പോലീസ് ആ പ്രതിഷേധ മാർച്ച് അങ്ങ് തടഞ്ഞു. കെജ്രിവാളിനെ ഒറ്റ വിരലുകൊണ്ട് തൂക്കിയെടുത്ത് ഡൽഹി പോലീസിന്റെ ഇടിവണ്ടിയിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. E20 പെട്രോൾ നടപ്പിലാക്കുന്നതിനെതിരെ നിവേദനം നൽകാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചാണ് പോലീസ് തടഞ്ഞത്. ഡൽഹിയിലെ ഫിറോഡ് ഷാ റോഡിൽ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ആം ആദ്മി ദേശീയ കൺവീനർ കെജ്രിവാൾ E20 ഇന്ധനം കാരണം രാജ്യത്തുടനീളമുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തു. ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കേന്ദ്ര സർക്കാർ ഈ നയം നടപ്പിലാക്കുന്നതെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. E20 മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. അമേരിക്കയുടെ സമ്മർദ്ദം മൂലമാണ് പ്രധാനമന്ത്രി മോദി എത്തനോൾ അടിച്ചേൽപ്പിക്കുന്നത്. ഇത് ശരിയല്ല. അങ്ങനെ ചെയ്യുന്നത് നിർത്തണമെന്ന് ഞങ്ങൾ മോദിജിയോട് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് കെജ്രിവാൾ പറയുന്നത്. പ്രധാനമന്ത്രിയെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ് എന്നാണ് കെജ്രിവാൾ പറയുന്നത്. എന്തോ ഒരു മാറ്റം കെജ്രിവാളിന് വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയോട് നേരിട്ട് തങ്ങളുടെ ആശങ്കകൾ അറിയിക്കുക മാത്രമാണ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്ന് ഡൽഹി പോലീസിനോട് കെജ്രിവാൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ കെജ്രിവാൾ എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു മെയിൽ അയക്കുക. എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടൊന്ന് ചർച്ച നടത്തണം, അല്ലെങ്കിൽ എനിക്ക് മോദിയെ കാണണം, ഞാൻ ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രിയാണ്, അതിനുള്ള ഒരു അനുവാദം തരണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതിനുള്ള സമയവും ഡേറ്റും തരും. അല്ലാതെ ഒരു 10-200 എണ്ണത്തിനെ വിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിരുന്ന് ഈ കണ്ട തോന്നിവാസം കാണിച്ചാൽ ഡൽഹി പോലീസ് ചവിട്ടി കൂട്ടി ചെവുകുറ്റി അടിക്കാത്തത് കെജ്രിവാളിന്റെ ഭാഗ്യം. അത് മുൻ മുഖ്യമന്ത്രി എന്ന ഉള്ള ഒരു പരിഗണനയും ഒരു ബഹുമാനവും തന്നതുകൊണ്ട് മാത്രമാണ് പോലീസ് വലിയൊരു ദേഹോപദ്രവം ചെയ്യിപ്പിക്കാതെ വെറുതെ വിട്ടത്. ഞങ്ങൾ തീവ്രവാദികളല്ല. E20 ഇന്ധന വിഷയത്തിൽ പ്രധാനമന്ത്രി മോദിയെ കാണാനാണ് ഞങ്ങൾ എത്തിയതെന്നൊക്കെയാണ് പറഞ്ഞ കെജ്രിവാൾ അവിടെ ഷോ കാണിക്കുകയാണ്. അദ്ദേഹത്തെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന കാര്യം ദയവായി അദ്ദേഹത്തെ അറിയിക്കൂ എന്നാണ് കെജ്രിവാൾ അവിടെ ഒരു ഒൺമാൻ ഷോ കാണിക്കുന്നത്. മുന്നോട്ട് പോകുന്നത് തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്കും മറ്റ് ആം ആദ്മി പാർട്ടി നേതാക്കൾക്കുമൊപ്പം കെജ്രിവാൾ ഫിറോഡ് ഷാ റോഡിൽ പ്രതിഷേധിച്ചിരുന്നു. പാർട്ടിക്ക് വേണ്ടി നിവേദനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കാമെന്നും അവ സ്വീകരിച്ചതിന്റെ രസീത് അയച്ചു തരാമെന്നും ഡൽഹി പോലീസ് സമ്മതിച്ചതായി പിന്നീട് കെജ്രിവാൾ അറിയിച്ചു. ഡൽഹി പോലീസ് നിവേദനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കുകയും സ്വീകരിച്ചതിന്റെ രസീത് ഞങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യുമെന്ന് പറഞ്ഞ അദ്ദേഹം എത്തനോൾ കലർത്തിയ ഇന്ധന നയത്തിനെതിരായ ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ E20 പെട്രോൾ നടപ്പാക്കൽ ആ തീരുമാനത്തിനെതിരെ ആം ആദ്മി പാർട്ടി തുടർന്ന എതിർപ്പിനിടെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ഈ നയം വാഹന ഉടമകളെയും ഉപഭോക്താക്കളെയും പ്രതികൂലമായി ബാധിച്ചുവെന്ന് പാർട്ടി അവകാശപ്പെടുന്നുണ്ട്. കേന്ദ്രത്തിന്റെ E20 ഇന്ധന നയത്തിനെതിരായ ആം ആദ്മിയുടെ പ്രചാരണത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായുള്ള ആദ്യ നടപടിയായിരുന്നു ഈ മാർച്ച്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ കെജ്രിവാൾ 3 ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. പെട്രോൾ പമ്പുകളിൽ E20യും ശുദ്ധമായ പെട്രോളും ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം വേണം. ശുദ്ധമായ പെട്രോളിനേക്കാൾ കുറഞ്ഞ വിലയിൽ E20 ലഭിക്കണം. പെട്രോൾ വില ലിറ്ററിന് 84 രൂപയിൽ താഴെയായിരിക്കണം. നേരത്തെ പെട്രോളിയം പ്രതിവാതക സഹമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. നീതി ആയോഗ്, വാഹന നിർമ്മാതാക്കൾ, എണ്ണ വിപണന കമ്പനികൾ, ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽസ് മാനുഫാക്ചേഴ്സ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം തുടങ്ങിയവരുമായും മറ്റ് സാങ്കേതിക സ്ഥാപനങ്ങളുമായും കൂടിയാലോചിച്ച് ശാസ്ത്രീയമായി സാധൂകരിച്ച ഘട്ടം ഘട്ടമായുള്ള നടപടിക്രമങ്ങളിലൂടെയാണ് എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ പദ്ധതി നടപ്പിലാക്കിയതെന്ന് സുരേഷ് ഗോപി അടക്കം പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ വെറുതെ ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി പഞ്ചാബിലടക്കം ഇലക്ഷൻ വരുന്നത് കൊണ്ട് അതിലൊരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി കെജ്രിവാൾ നടത്തിയ ഒരു നീക്കമാണ് ഡൽഹി പോലീസ് അട്ടപ്പടലം തകർത്ത് കൈക്കൊടുത്തത്.